ഇടതു വലതു മുന്നണികൾക്ക് തലവേദനയായി വിമതർ. അനുനയ നീക്കം നടത്തിയിട്ടും പത്രിക പിൻവലിക്കാതെ സംസ്ഥാന വ്യാപകമായി വിമതർ മത്സര രംഗത്തുണ്ട്. തിരുവനന്തപുരം, കൊച്ചി കോർപ്പറേഷനുകളിലും ഒട്ടുമിക്ക നഗരസഭകളിലും വിമതരായി മത്സരിക്കുന്നത് ഇരു മുന്നണികളിലെയും പ്രമുഖർ കൂടിയാണ്. വിവരങ്ങളുമായി എസ് ശാലിനിയൊപ്പം ചേരും. ശാലിനി, പലയിടത്തും വിമതർ എന്ന തലവേദന പ്രത്യേകിച്ച് കോൺഗ്രസിന്, CPM-നും ഒക്കെ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഇതൊരു ചെറിയ പ്രദേശമടങ്ങുന്ന ഒരു വാർഡിൻ്റെ അല്ലെങ്കിൽ ഒരു കൗൺസിലിൻ്റെ ഒരു ഭാഗമായുള്ള വോട്ടെടുപ്പാണല്ലോ. സ്വാഭാവികമായും ചെറിയ വോട്ടുകൾ പോലും, വിമതർ പിടിക്കുന്ന ചെറിയ അളവ് വോട്ടുകൾ പോലും തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ അങ്കലാപ്പിലോ LDF-ഉം UDF-ഉം? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. സ്വാഭാവികമായും സ്ഥിരം കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെയാണ് മത്സര രംഗത്ത് ഉള്ളത്. അവിടെയും ഈ വിമത ശല്യം ഒഴിവാക്കാൻ അല്ലെങ്കിൽ വിമതരെ ഒഴിവാക്കാൻ ഇടത് വലത് മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പാർട്ടിക്കുള്ളിലെ പല പടല പിണക്കങ്ങളും അത് ഈ വിമത സ്ഥാനാർത്ഥികളായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് ഈ നാമനിർദ്ദേശ പത്രികയൊക്കെ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ച സമയം വരുന്നത്. അതിന് പിന്നാലെയാണ് ഇടത് വലത് മുന്നണികൾ കൊല്ലം ജില്ല ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും പല പ്രധാനപ്പെട്ട നഗരസഭകളിലും കോർപ്പറേഷനുകളിലും അടക്കം ഇടത് സ്ഥാനാർത്ഥികൾക്ക് ബദലായി തന്നെ ഇടത് വിമതരുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും കോൺഗ്രസിനും വലിയ രീതിയിൽ തലവേദന ഉണ്ടാക്കിക്കൊണ്ട് UDF-ന്റെ വിമത സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ UDF-ന് 7ഉം LDF-ന് 5ഇടത്തും വിമത സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ഉള്ളൂര്, ചെമ്പഴന്തി, ഒപ്പം തന്നെ ശക്തമായ മത്സരം നടക്കുന്ന വാഴോട്ടുകോണം, കാച്ചാണി, വിഴിഞ്ഞം വാർഡുകളിലാണ് ഇപ്പോൾ CPM-ന്റെ വിമതർ മത്സര രംഗത്ത് ഉള്ളത്. ഇവരെയൊക്കെ പിടിച്ചുകെട്ടാൻ, ഇവരെയൊക്കെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേതാക്കന്മാർ നടത്തിയിരുന്നു. പക്ഷേ അവിടെ ഒന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ അവസാനമായി ഈ മത്സര ചിത്രം തെളിയുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഉള്ളൂർ, ആറ്റിപ്ര, പൗണ്ടുകടവ്, വിഴിഞ്ഞം, പുഞ്ചക്കരി, കഴക്കൂട്ടം, മണ്ണന്തല വാർഡുകളിൽ കോൺഗ്രസിനും വിമത സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് എന്നുള്ളത് കോൺഗ്രസിനെയും വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം കൈവിട്ടുപോയൊരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഭരണം തിരിച്ചു പിടിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് തലവേദനയാകുന്നു ഇടതു വലത് മുന്നണികൾക്ക്. പ്രധാനപ്പെട്ടവരാണ് അല്ലെങ്കിൽ പ്രമുഖരാണ് ഈ വാർഡുകളിലൊക്കെ മത്സരിക്കുന്ന UDF, LDF സ്ഥാനാർത്ഥികൾക്ക് വിമതരായി മത്സരരംഗത്തുള്ളത് എന്നത് ഏറെ ശ്രദ്ധേയവുമാണ്. ഏതായാലും K. മുരളീധരൻ പറഞ്ഞത് പാലിക്കുമോ എന്ന് കണ്ടറിയണം. ഒന്നുകിൽ പടിക്ക് പുറത്ത്, അല്ലെങ്കിൽ വിമതരായി മത്സരിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുക. ഈ വിമതരൊക്കെ ഇനി പടിക്ക് പുറത്താകുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.